Okay. ഒരു പ്രോബ്ലം ഇല്ല പ്രോബ്ലം using Newton's method. Newton's method is equivalent to Newton-Raphson method. Okay. Using Newton's method, find the root between 0 and 1 of x cube is equal to 6x minus 4 correct to 5 decimal places. Correct to 5 decimal places. Okay. So എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Using Newton's method, find the root between 0 and 1 of x cube is equal to 6x minus 4 correct to 5 decimal places. So ആദ്യം തന്നെ നമുക്ക് ഇവിടെ f of x എഴുതാം. f of x എഴുതുമ്പോൾ equal to 0 ഫോമിലേക്ക് മാറ്റണം. So it is x cube minus 6x plus 4. ഈ 6x minus 4 നമ്മൾ LHSലേക്ക് കൊണ്ടുവരുമ്പോൾ x cube minus 6x plus 4 equal to 0 ആവും. So this will be the f of x. x cube minus 6x plus 4. Newton's-Raphson method നമുക്ക് ഡെറിവേറ്റീവ് ആവശ്യമാണ്. So f dash of x ഇതാണ്. So it is 3x square minus 6. 3x square minus 6. ഡെറിവേറ്റീവ് എടുക്കുക. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x square minus 6xന്റെ ഡെറിവേറ്റീവ് minus 6. ഇനി നമുക്ക് x നോട്ട് വേണം. x നോട്ട് ഓൾറെഡി നമുക്ക് റൂട്ട് ഈസ് ബിറ്റ്വീൻ 0 and 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓൾറെഡി റൂട്ട് 0-നും 1-നും ഇടയിലാണ് കണ്ടുപിടിക്കേണ്ടത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് x നോട്ട് either it is 0 or it is 1. ഓക്കെ, ഒന്നിലിങ്ങനെ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നിട്ടില്ലായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആർബിട്രറി ആയിട്ട് വാല്യൂസ് ഇട്ട് നോക്കിയിട്ട് പോസിറ്റീവും നെഗറ്റീവും വരുന്ന വാല്യൂ നോക്കിയിട്ട് നമ്മൾ റൂട്ട് ഏതിന് ഇടയിലാണ് എന്നുള്ളത് കണ്ടുപിടിച്ചത്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ഓൾറെഡി റൂട്ട് ഈസ് ബിറ്റ്വീൻ 0 and 1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് നോട്ട് ചൂസ് ചെയ്യാം. സോ എക്സ് നോട്ട് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് ഓഫ് 0 നോക്കാം. എഫ് ഓഫ് 0 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇവിടെ എക്സിന് 0 എടുക്കുമ്പോൾ 4 എന്ന് കിട്ടും. എഫ് ഓഫ് 1 എടുക്കുക. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 minus 6 plus 4 that is minus 5 plus 4 which is equal to minus 1. So which is closer to 0? 4 ആണോ minus 1 ആണോ? ഏതാണ് 0 ആയിട്ട് അടുത്ത് നിൽക്കുന്ന നമ്പർ? Which is closer to 0? 1 minus 1 ആണ് അല്ലേ? Closer to 0 minus 1 ആണ്. So we can choose x naught as 1. 1-ലാണ് നമുക്ക് -1 കിട്ടിയത്. സോ x naught ആയിട്ട് എടുക്കേണ്ടത് 1 ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? x naught ചൂസ് ചെയ്യുന്നതിൽ വല്ല സംശയം ഉണ്ടോ? ഓക്കെ, യെസ്. സോ x naught 1 കിട്ടി. ഇനി x1 കണ്ടുപിടിക്കണം. x1 കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ xn ന്റെ ഇക്വേഷൻ എഴുതാം. xn is equal to xn minus 1 അല്ലെങ്കിൽ xn plus 1 റൈറ്റ് ചെയ്യാൻ മതി. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. xn plus 1 is equal to xn plus 1 equal to xn minus f of xn by f dash of xn. So xn minus f of xn എന്ന് പറഞ്ഞാൽ എന്താ വരിക? f of xn സ്ഥാനത്ത് ഇവിടെ x ന് സ്ഥാനത്ത് xn കൊടുത്താൽ മതി. So xn ക്യൂബ് minus 6xn plus 4 divided by ഇവിടെ f dash of xn, ഇവിടെ x ന് സ്ഥാനത്ത് xn കൊടുക്കുക. So it is 3xn square minus 6. ജസ്റ്റ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. So you will get 3xn cube. ഓക്കെ, അവിടെ സ്ഥലം ഉണ്ടാവില്ല, ഞാൻ മാറ്റിട്ട്.
So it is xn plus 1 equal to 3xn cube, അല്ലെ? ഈ 3xn square minus 6 കൊണ്ട് multiply ചെയ്യുമ്പോൾ 3xn cube minus xn cube plus 6xn. Okay, തെറ്റു 3xn square xn cube minus 6xn. Okay, minus 6xn minus xn cube plus 6xn minus 4 divided by 3xn square minus 6. എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ജസ്റ്റ് വാല്യൂസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് x1 x2 x3 വളരെ ഈസി ആയിട്ട് കണ്ടുപോവാം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് മൈനസ് എക്സനും മൈനസ് 6xn പ്ലസ് 6xn ക്യാൻസൽ ചെയ്യാം. 3xn cube minus xn cube is equal to 2xn cube. So 2xn cube minus 4 by 3xn square minus 6. അതാണ് xn plus 1. ഇനി നമുക്ക് x1 കാണാൻ എന്ത് ചെയ്യാം? x1 കാണാൻ n-ന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n-ന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So you will get x1 equal to 2 into x naught cube. ഇവിടെ n-ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x naught cube minus 4 divided by 3x naught square minus 6. And x naught is 1. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് x naught is 1. So it is 2 into 1 cube minus 4 divided by 3 into 1 square minus 6. So 2 minus 4 is minus 2. 3 minus 6 is also minus 3. So it is 2 by 3. So 2 by 3 the value നോക്കുക, decimal expansion 2 by 3 യുടെ. So that will be the x1. That will be the x1. Okay. So x1 നിങ്ങൾക്ക് കിട്ടുക 0.6666666 ഇങ്ങനെ പോകും. ഓക്കെ, ഇനി അടുത്തത് x2 കാണണം. x2, how will you find x2? 1.6669 കിട്ടി. അല്ലല്ല, 2 by 3 അല്ലേ? 2 by 3 എന്തായാലും 1-നേക്കാൾ മുകളിൽ പോകില്ലല്ലോ, ലെസ് ദാൻ 1 ആയിരിക്കുമല്ലോ. 2 by 3 ഇതന്നെയായിരിക്കും. 2 by 3 1-നേക്കാൾ മുകളിൽ പോകില്ല, കാരണം ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും അല്ലേ. 1.66 വരില്ല. ഓക്കെ, കിട്ടിയോ? x1 കിട്ടിയില്ലേ? ഇനി x2 ആണ് എന്ത് ചെയ്താൽ മതി? x2 ആണ് ഇവിടെ x1-ന്റെ സ്ഥാനത്ത് അല്ല x0-ന്റെ സ്ഥാനത്ത് x1 കൊടുക്കുക. x1 നമ്മൾ ഓൾറെഡി കണ്ടു, 0.66666 കണ്ടു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തായിരുന്നു? 3x0 square minus 6. Just x2 is equal to 2 into 0.66666 whole cube minus 4 divided by 3 into 0.66666. എത്ര 6 വേണമെങ്കിൽ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിന്റെ വാല്യൂ എന്താ കിട്ടി? So this is first iteration. This is second iteration. Okay. ഇതിപ്പോ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾ സ്വയം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോ ഞാനിപ്പോ ക്ലാസ്സിൽ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തു പോവാം. ഓക്കെ, okay. So what is the value? Can you say anybody?
നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Anybody got the answer? 2 into 0.6666 whole cube minus 4 divided by 3 into 0.6666 whole square minus 6. ഇന്നത്തെ ക്ലാസ്സിൽ വരാത്തവർക്ക് ഇന്ന് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. അവർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലൈവ് ക്ലാസിന്റെ റെക്കോർഡ്. സോ അവരത് ആദ്യം കേൾക്കുക, അതിന് ശേഷം ഇന്നത്തെ ക്ലാസ് വീണ്ടും കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. 2 into 0.666 whole cube എത്ര കിട്ടി? ആരും കണ്ടില്ലല്ലോ. നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഞാൻ വെറുതെ ഇങ്ങനെ വാല്യൂ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്ത് നോക്കി വാല്യൂ കിട്ടണം. ഓക്കെ. മാത്തമാറ്റിക്സ് ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. നമ്മൾ ലൈവായിട്ട് കുട്ടികൾക്ക് പ്രോബ്ലം നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം. അപ്പൊ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ. കിട്ടിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? 0.73015,873 ആണ് വരിക. 0.73015 കിട്ടിയോ? 15,873. നിങ്ങളുടെ അടുത്ത വാല്യൂസ് ഒരു 5 ഡിജിറ്റ്സിന് ശേഷം വാല്യൂ ഡിഫറെന്റ് ആയാലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് 0.73016 എന്നെങ്കിലും കിട്ടണം. ഓക്കെ. കിട്ടിയോ ആർക്കെങ്കിലും? ഓക്കെ. 1728 കിട്ടിയോ? ആർക്കാ 1728 കിട്ടി? 1728 ഇല്ലല്ലോ. അർച്ചനയ്ക്കാണ് അല്ലേ? ഓക്കെ. അത് ചിലപ്പോഴേ നമ്മൾ ഈ ഡിജിറ്റ്സ് കുറച്ചേ കൊടുത്ത് 0.66 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ നല്ല വ്യത്യാസം വരും. നിങ്ങൾ മാക്സിമം 6 ഒരു 5-6 ഒക്കെ കൊടുക്കുക. 0.6666 ഒരു 5-6 കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു കറക്റ്റ് ആൻസർ കിട്ടും. ഇനി x3 ആണെങ്കിൽ എന്ത് ചെയ്യണം? x3 ആണെങ്കിൽ ഈ വാല്യൂ ഇവിടെ കൊടുക്കുക. സോ 2 into 0.73015,873 whole cube minus 4 divided by 3 into 0.73015,873 whole square minus 6. ഓക്കെ. സോ ഈ വാല്യൂ എന്ന് പറഞ്ഞ ഈ വാല്യൂ എത്ര കിട്ടിയാണ്? x3 ഈ വാല്യൂ ഒന്ന് കിട്ടിയത് പറയും, നോക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒരു കാര്യം പറയണം, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരോട്. അവർ അറ്റൻഡ് ചെയ്യണം എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പിന്നീട് ക്ലാസ് മനസ്സിലാവണില്ല, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞു തരരുത്. ഓക്കെ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. സോ അവരോട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെ പറയാ. ഓക്കെ. എനിക്കിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവര്. ഓക്കെ. പഠിക്കണം എന്നുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. എത്ര കിട്ടി? വാല്യൂ എത്ര കിട്ടി? 0.73205 കിട്ടിയില്ലേ? ഓക്കെ. ഇനി ഈ വാല്യൂ ഒന്നുകൂടെ കാണും. 5 ഡെസിമൽ പ്ലേസ് വരെ നമുക്ക് സെയിം റിപ്പീറ്റ് ആയിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക. അടുത്ത് x4 ആണ്. x4 is equal to 2 into 0.73205 whole cube minus 4 divided by 3 into 0.73205 whole square minus 6. ഇതേ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ. 50 അല്ലെങ്കിൽ ഇതിനോട് അടുത്തുള്ള ആദ്യത്തെ 5 ഡിജിറ്റ്സ് സെയിം ആയിട്ട് വരും. സോ നമ്മൾക്ക് എന്തായാലും റൂട്ട് ഈസ് 0.7320. കാരണം റിപ്പീറ്റഡ് ആയിട്ട് വന്നു. x3യുടെ വാല്യൂ x4ന്റെ വാല്യൂ ആദ്യത്തെ 5 ഡിജിറ്റ്സ് വരെ സെയിം ആയിട്ട് വന്നു. സോ നമുക്ക് പറയാം ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. റൂട്ട് ഈസ് 0.73205. ഇനി അടുത്ത് ചെയ്താലും അക്യുറസി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇറ്ററേഷൻസ് കൂടുതൽ ചെയ്യുമ്പോഴും
അക്യൂറസി കൂടിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഒരു 5 ഡെസിമൽ പ്ലേസസ് വരെയാണ് ആവശ്യം, കാരണം അത് അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ 5 ഡെസിമൽ പ്ലേസസ് വരെ സെയിം വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് iteration stop here. Okay, clear? Any doubt? Any doubt? Gopaldas, are you here? Hello? Gopaldas, മനസ്സിലാവുന്നോ? Okay, good. ഷിനിക്ക് മനസ്സിലാവുണ്ടോ? ഷിനി ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. What happened? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ റെക്കോർഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കേട്ടാ മതി കേട്ടോ. ഓക്കെ, ശ്രീജിഷ് മീറ്റിയോ മനസ്സിലാവുണ്ടോ? പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാവുണ്ടോ? വെരി സിമ്പിൾ മെത്തേഡ്, 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ഓക്കെ, നത്തിങ്, വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, next question. Find the real positive root. Find the real positive root. Find the real positive root of 3x minus cos x minus 1 equal to 0 by Newton's method. By Newton's method, correct to 6 decimal places. Correct to 6 decimal places. So ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമുക്ക് ഇത് തന്നിട്ടില്ല. റിയൽ പോസിറ്റീവ് റൂട്ടിനെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് റൂട്ട് ഏതൊക്കെ നമ്പേഴ്സിന്റെ ഇടയിലാണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം റൂട്ട് ഏതിനൊക്കെ ഇടയിലായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോ ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x മൈനസ് കോസ് എക്സ് മൈനസ് 1. എഫ് ഡാഷ് ഓഫ് എക്സ് എഴുതാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് സൈൻ എക്സ്. 3 plus sin x. 3x ന്റെ derivative 3 minus cos x ന്റെ derivative minus of minus sin x, so it will be plus sin x. So 3 plus sin x. Minus 1 is 0. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എഫ് ഓഫ് 0 കാണാം. റിയൽ പോസിറ്റീവ് റൂട്ട് ആണ്. അപ്പൊ 0-നും 1-നും ഇടയിലാണോ എന്ന് ആദ്യം നോക്കണം. സോ എഫ് ഓഫ് 0 കാണാം. അപ്പൊ 3 into 0 minus cos 0 minus 1. So cos 0 is 1. So it is minus 1 equal to minus 2. It is negative. Which is negative. Okay, negative number. അടുത്തത് f of 1 കാണാം. f of 1. So it is 3 into 1 minus cos 1 minus 1. ഈ cos 1 നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാണണം. പക്ഷെ അവിടെ കാണുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ റേഡിയൻ മോഡിൽ ഇട്ടിട്ട് മാത്രമേ കോസിന്റെ വാല്യൂ കാണാൻ പാടുള്ളൂ. റേഡിയൻ മോഡ്, നിങ്ങളുടെ കാൽക്കുലേറ്ററിനെ റേഡിയൻ മോഡിലേക്ക് മാറ്റണം. ചിലപ്പോൾ അത് ഡിഗ്രി മോഡിലായിരിക്കും കിടക്കുക. അതിനെന്തോ ഷിഫ്റ്റോ അങ്ങനെ എന്തോ ക്ലിക്ക് ചെയ്താൽ മോഡില്, എനിക്കറിയില്ല, കാൽക്കുലേറ്റർ കണ്ടാലേ അറിയൂ. സോ കാൽക്കുലേറ്ററിനെ റേഡിയൻ മോഡിലേക്ക് ആക്കാൻ ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. റേഡിയൻ മോഡിലേക്ക് ആക്കുന്നത് എങ്ങനെയാണ്? മൈക്ക് ഓൺ ചെയ്തിട്ട് ഷിഫ്റ്റ് മോഡ് ഓപ്ഷൻ 4 റേഡിയൻ. ഷിഫ്റ്റ് മോഡില് ഓപ്ഷൻ 4 റേഡിയൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ അത് റേഡിയനിലേക്ക് മാറും. ഓക്കെ, സോ ആദ്യം നിങ്ങളുടെ കാൽക്കുലേറ്റർ റേഡിയൻ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. എപ്പോഴും കോസ് എക്സിന്റെയും സൈൻ എക്സിന്റെയും പ്രോബ്ലം വരുമ്പോൾ റേഡിയൻ മോഡിൽ വേണം ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ഉത്തരം തെറ്റും, ഒരു സംശയം വേണ്ട, ഉത്തരം തെറ്റും. സോ ആദ്യം റേഡിയൻ മോഡിൽ ഇട്ടിട്ട് മാത്രം പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും എക്സ് ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രി എന്ന്, അപ്പൊ മാത്രമേ ഡിഗ്രിയിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ആദ്യം കാൽക്കുലേറ്റർ റേഡിയൻ മോഡിലേക്ക് മാറ്റുക, എന്നിട്ട് മാത്രം പ്രോബ്ലം ചെയ്യാം. ഓക്കെ,
എന്തെങ്കിലും പറഞ്ഞ് ഇരുപത്തൊന്ന് മുങ്ങിക്കും പരീക്ഷ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു. എനിക്കറിയാം ഇന്നലെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് ഉറപ്പിച്ചോ ആ ബ്രെഡ് കാറ്റഗറിയുടെ അവഗണനയെ ഔട്ടാം ഇതല്ലേ പറ്റും പറയണേ ഭക്ഷണം കഴിച്ചിട്ട് 12 പഠിച്ചിട്ട് കോളേജിൽ ഞാൻ പറഞ്ഞ ഫാക്കൽറ്റി വേണം ആരോടെ ഇരിക്കലാണ് അയാളൊന്നും നോക്കാം. ഹലോ യെസ് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സോ യു ക്യാൻ ഡു ഇറ്റ് ദോ 3 മൈനസ് കോസ് 1 മൈനസ് 2 വാല്യൂ കിട്ടിയോ ആർക്കെങ്കിലും? ഇതിന്റെ വാല്യൂ എത്ര കിട്ടി? 1.4596. 1.4596. Anyway, it is positive, right? Yes. So 0 നെഗറ്റീവും 1 പോസിറ്റീവും കിട്ടി. So our root lies between 0 and 1. Our root lies between 0 and 1. Okay. -2 ആണോ 0-നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അല്ല 1.4596 ആണോ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഏതായിരിക്കും അടുത്ത് നിൽക്കുക. 1.4596 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 എന്തായിട്ട് എടുക്കാം? 1 x0 ആയിട്ട് എടുക്കാം. ഓക്കെ, x0 ആയിട്ട് എന്തെടുക്കുക? 1 എടുക്കാം. ഇനി ചില ആൾക്കാർ x0 ആയിട്ട് ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എടുത്താലും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ x0 നമ്മൾ ഒരു വാല്യൂ ചൂസ് ചെയ്യാണ്, അത്രേ ഉള്ളൂ. ആ വാല്യൂ ചൂസ് ചെയ്യുന്നതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൂട്ടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ കിട്ടണം, അത്രേ ഉള്ളൂ. അതിപ്പോ 0 വെച്ച് ചെയ്താലും കുഴപ്പമില്ല, 1 വെച്ച് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോ 0-ന്റെയും 1-ന്റെയും നടുക്കുള്ള 0.5 വെച്ച് ചെയ്താലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം അടുത്തുള്ള വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ, റൂട്ടിനോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഞാനിവിടെ എന്തായാലും 1 വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ x0 1 ആയിട്ട് എടുക്കുക. നമുക്കറിയാം 0-നും 1-നും ഇടയിലുള്ള ഏതൊരു നമ്പറാണ് റൂട്ട്. ഓക്കെ, അപ്പൊ ആ നമ്പറിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു നമ്പർ വേണം, അതാണ് x0. സോ ആദ്യം എന്ത് ചെയ്യുക? x0-നെ, അതിനാണ് നമ്മൾ ഈ പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ x0 ഇവിടെ 1 ആയിട്ട് എടുക്കുകയാണ്. x0 is equal to 1. Then you can find x1. Okay, x1 is equal to എങ്ങനെ എഴുതാം? ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. xn plus 1 equal to xn minus f of xn by f dash of xn. So it is xn minus 3xn minus cos xn, okay, cos xn minus 1 divided by 3 plus sin xn. ഓക്കെ, സോ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് xn 3xn വരും. ഈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3xn പ്ലസ് xn ഇൻറ്റു സൈൻ xn മൈനസ് 3xn പ്ലസ് കോസ് xn പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് സൈൻ xn. സോ 3xn-ഉം മൈനസ് 3xn ക്യാൻസൽ ചെയ്യാം. xn-ഉം സൈൻ xn-ഉം xn സൈൻ xn പ്ലസ് കോസ് xn പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് സൈൻ xn. ഓക്കെ, അത് ഇവിടെ എഴുതിയാൽ മതി. xn പ്ലസ് 1 ഈക്വൽ ടു xn പ്ലസ് 1 ഈക്വൽ ടു ഈസ് ഇവിടെ എഴുതാം xn സൈൻ xn plus cos xn plus 1 divided by 3 plus sin xn. So x1 into x1 equal to 1 into x0 into sin of x0 plus cos of x0
plus 1 divided by 3 plus sine of x naught. X naught is equal to 1 ആണ്. So x naught സ്ഥാനത്ത് 1 substitute ചെയ്യുക. Okay. x naught സ്ഥാനത്ത് sine substitute ചെയ്യുക. So നമ്മൾ എന്തായാലും റേഡിയൻ മോഡിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വാല്യൂ പെട്ടെന്ന് തെറ്റിപ്പോവും. x naught 1 into sine 1 plus cos 1 plus 1 divided by 3 plus sine 1. ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച കാൽക്കുലേറ്ററിൽ. കാൽക്കുലേറ്ററിൽ ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. What is the value? 0.620016. 0.620016. Okay. ഇതിന് ശേഷം വേണമെങ്കിൽ 1-2 ഡിജിറ്റ് കൂടെ എഴുതാം. നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും, ആൻസറിലേക്ക് എത്തും. ഓക്കെ. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് x2 കണ്ടുപിടിക്കാം. സോ x2 is equal to 0.620016 into sine of 0.620016 plus cos of 0.620016 plus 1 divided by 3 plus sine of 0.620016. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഇൻഹാസ് ഇവിടെ ഉണ്ടോ? ഇൻഹാസ് ഓക്കെ. ആൻസർ കിട്ടുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ഇതെന്താ കിട്ടി എല്ലാവർക്കും? ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ എല്ലാ പ്രോബ്ലം ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ഓക്കെ. ഇതിൽ ശ്രദ്ധിക്കേണ്ട, ഈ പ്രോബ്ലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സൈനോ കോസോ വന്നിട്ടുണ്ടെങ്കിൽ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ എക്സ് നമ്മൾ റേഡിയൻ മോഡിൽ വേണം മെഷർ ചെയ്യാൻ. അപ്പോഴേ നമുക്ക് കറക്റ്റ് വാല്യൂയിലേക്ക് എത്തുള്ളൂ. ഡിഗ്രി മോഡിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സൈൻ 1 ഡിഗ്രി എന്ന് പറയുന്നത് മൊത്തം വേറെ വാല്യൂ ആണ്. സോ അത് ഭയങ്കര പെട്ടെന്ന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. 1-2 ഐറ്ററേഷനിൽ തന്നെ റിപ്പീറ്റഡ് വാല്യൂസ് വന്നോളും. സോ അത് നമ്മൾ റേഡിയൻ മോഡിൽ ഇടാത്തതുകൊണ്ടാണ്. റേഡിയൻ മോഡിൽ ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു 3-4 ഐറ്ററേഷൻസ് കിട്ടും. ഓക്കെ. കിട്ടിയ ആൻസർ കിട്ടിയോ? ഒന്ന് പറയൂ. 0.607121. ഓക്കെ. x3 ആണ്. x3 0.60, ചിലപ്പോ 6-7 ഐറ്ററേഷൻ ഒക്കെ പോവാറുണ്ട്. അത് നമ്മുടെ ഡിപ്പെൻസ് ഓൺ ദി ക്വസ്റ്റ്യൻ. ഓക്കെ. 0.607. നല്ല ക്ഷമയോടെ ചെയ്യേണ്ട പ്രോബ്ലംസ് ആണിത്. നമ്മൾ 2-3 ഐറ്ററേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിരിക്കല്ല. ഓക്കെ. 0.607121 plus 1 divided by 3 plus sine of 0.607121. So what's the value?
കിട്ടിയോ? മുഹ്സിനക്ക് കിട്ടിയോ? മുഹ്സിനക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഓക്കെ. കിട്ടിയോ? ഫൗസിക്ക് കിട്ടിയോ? 0.60710. 102. ഓക്കെ. x3 x4 അതിന് കിട്ടുമോ? X4. So answer is 0.607102. Sin of 0.60710 plus cos of 0.60710 plus 1 divided by 3 plus sin of 0.60710. So then I get answer. So that is the root. So the root is 0.60710. അത് 6 ഡെസിമൽ പ്ലേസസ് വരെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ഇവിടെ തേർഡ് ഐറ്ററേഷനും ഫോർത്ത് ഐറ്ററേഷനും ആണ് സെയിം ആയിട്ട് വരുന്നത്. ചിലപ്പോൾ നമ്മൾ 4ഉം 5th ഒക്കെ ആവും സെയിം ആയിട്ട് വരിക. എപ്പോഴാണ് നമുക്ക് സെയിം ആയിട്ട് വരുന്നത് അപ്പൊ നിർത്തണം. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂസിന്റെ ടെൻഡിങ് കാണുമ്പോൾ തന്നെ അതൊരു സെയിം ആവാനുള്ള ടെൻഡൻസി കാണിക്കും. മനസ്സിലായി? ഇപ്പോ 7121 നിന്ന് അടുത്ത് ചെയ്യുമ്പോൾ 071. അപ്പൊ 3 ഡെസിമൽ പ്ലേസ് വരെ ഇവിടെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. 4 ഡെസിമൽ പ്ലേസ് വരെ. അപ്പൊ ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആറാമത്തെ വരെ സെയിം ആയിട്ട് വരും. അപ്പൊ അതായിരിക്കും അതിന്റെ ടെൻഡൻസി. സോ നമ്മുടെ ഉത്തരം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ആ ഒരു ടെൻഡൻസി നോക്കിയാൽ മതി. ആദ്യം ഫസ്റ്റ് ഡിജിറ്റ്സ് സെയിം ആവും, പിന്നെ സെക്കൻഡ് ഡിജിറ്റ്സ് സെയിം ആയിട്ട് വരും. അങ്ങനെ എത്രയാണോ ചോദിച്ചിട്ടുള്ളത് അത്രയും ഡെസിമൽസ് വരെ സെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് തരാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡില് ഒരു ടൈപ്പ് പ്രോബ്ലങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഒരു ചോദ്യം, ഫൈൻഡ് ദി പോസിറ്റീവ് റൂട്ട് ഓഫ് x is equal to cos x using Newton's method. So ഇവിടെ റേഡിയൻ മോഡിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. f of x എന്തായിട്ട് എടുക്കണം? x minus cos x ആയിട്ട് എടുക്കണം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, find the root of 4x minus e raised to x is equal to 0 that lies between 2 and 3. That lies between 2 and 3. So ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്.
ഓക്കെ. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കൂടെ ഒന്നിച്ചൊരു നോട്ട്ബുക്കിൽ എഴുതി സബ്മിറ്റ് ചെയ്താണ്. ഓക്കെ, അതിന് നമുക്ക് അസൈൻമെന്റ് ഇടാം. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ അങ്ങനെ എഴുതിയ പോസ്റ്റ് ചെയ്യൊന്നുമില്ല, കാരണം അങ്ങനെ എഴുതി ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് മാത്രം ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ മതി. ഫൈൻ. സോ ക്വസ്റ്റ്യൻ വീഡിയോയിൽ തന്നെയായിരിക്കും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരിക. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് 2 ഞാൻ തന്നിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കിട്ടാതെ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, സോ ഞാൻ വേണമെങ്കിൽ ആൻസർ കാണിച്ചു തരാം. ഇതിന്റെ ആൻസർ വേണമെങ്കിൽ തരാം. ആൻസർ ഫസ്റ്റ് വണ്ണിന്റെ 0.739085. ഓക്കെ, ഇതിൽ എത്ര ഡെസിമൽ പ്ലേസസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ 5 വെച്ച് ചെയ്യാം. ഓക്കെ, 5 ഡെസിമൽ പ്ലേസസ് വരെ നോക്കാം. ഓക്കെ, ഇതിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഞാൻ പറയാത്തതുകൊണ്ട് 5 or 6 വെച്ച് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ആൻസർ 2.1533. ഓക്കെ, 2.1533. 2.1533. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാത്തവർക്ക് എക്സിറ്റ് അടിക്കാം.